മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് കാത്തേപ്പള്ളി ഗവൺമെൻറ് UPS സ്കൂള്. തകർച്ചയിലായിരുന്ന കെട്ടിടത്തിൽ അധ്യാപകരും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഇപ്പോൾ 1000-നടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലാണ് ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് CPM പ്രവർത്തകരും പ്രതിഷേധിക്കണം എന്ന്, അതായത് ഇത് സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ച് ഇരു ഭാഗത്തായി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. അതായത് ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതാണ് ചെറിയ രീതിയിലുള്ളൊരു സംഘർഷത്തിന് വഴിവെച്ചത്. CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ചു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതായത് CPM പ്രവർത്തകർ പറയുന്നത് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന് കൂടി ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ കാര്യങ്ങളിലൊന്നും ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ സ്ഥലം രമേശ് ചെന്നിത്തലയാണ് സ്ഥലം മുതൽ അദ്ദേഹമോ ഇടപെട്ടിട്ടില്ല. എന്നാൽ LDF പുതിയ കെട്ടിടം പണിയുന്നുണ്ട്. ആ കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് LDFിൻ്റെ ആരോപണം, CPMൻ്റെ ആരോപണം. അവർ ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ച് നിന്ന നിലവിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ BJP പ്രവർത്തകരും തമ്മിൽ ഇതേ കാര്യത്തിന് ചെറിയ രീതിയിലുള്ളൊരു ഉന്തും തള്ളും ഉണ്ടായി. എന്തായാലും ഈ കെട്ടിടത്തിൽ, പൊളിഞ്ഞു വീണ കെട്ടിടത്തിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ തന്നെയായിരുന്നു പ്രധാന അധ്യാപകന്റെ മുറിയും ഉണ്ടായിരുന്നത്. ഒരു പ്രവൃത്തി ദിവസമായിരുന്നു അപകടം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പ്രവൃത്തി സമയത്തായിരുന്നു അപകടം ഉണ്ടായിരുന്നെങ്കിൽ, കുട്ടികൾ അവിടെ വരുന്ന ഏതെങ്കിലും ഒരു ദിവസമായിരുന്നുവെങ്കിൽ എത്രമാത്രം ഒരു ദുരന്തമായി മാറിയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്, വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ട്. എങ്ങനെ പഞ്ചായത്തിനൊക്കെ ഇക്കാര്യം പറഞ്ഞ് കൈ ഒഴിയാനാകുമെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഇതിൽ മറുപടി പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. ഇന്നിപ്പോൾ ഒന്നും പറ്റിയില്ല എന്നുള്ളത് നമുക്ക് അത്ര ആശ്വസിക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെ എത്ര കെട്ടിടങ്ങളുണ്ട് നമ്മുടെ സ്കൂളുകളിൽ എന്നുള്ളത് ഉൾപ്പെടെയുള്ളവ ആശങ്ക ഏറ്റുന്ന കാര്യങ്ങളാണ്.